നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഇതൊരു യുവാവിൻ്റെ സംശയമാണ്. ഇദ്ദേഹത്തിൻ്റെ ലിംഗത്തിന് ഇടത്തുവശത്തേക്ക് ഒരു ബെൻഡുണ്ട്. എന്നാൽ കാര്യമായ വേദനയോ മറ്റു പ്രശ്നങ്ങളോ തടിപ്പുകളോ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് പക്ഷേ ഇത് വലിയൊരു ആശങ്കയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് ഉണ്ടാകുമോ എന്നുള്ളത് ആണ് അദ്ദേഹത്തിന് ആദ്യം അറിയേണ്ടത്. പിന്നെ ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നുള്ളത് കൂടി അദ്ദേഹത്തിന് അറിയണം. ഓക്കെ, ഞാൻ മനസ്സിലാക്കുന്നു കല്യാണം കഴിക്കാത്ത ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പെനിസിലുള്ള ബെൻഡ് പല ആൾക്കാരും പല പ്രാവശ്യം ഇങ്ങനെ കൂടെ ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ ബെൻഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നോർമൽ ഇറക്ഷൻ അല്ലാത്ത സമയത്ത് ബെൻഡ് നമുക്ക് നോട്ടീസ് ചെയ്യാനൊക്കത്തില്ല. ഈ ബെൻഡ് നോട്ടീസ് ചെയ്യുന്ന എപ്പോഴും ഇറക്ഷൻ വരുമ്പോഴാണ്. അല്ലാത്ത സമയത്തുള്ള ബെൻഡ് വേറെ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ടേ ബെൻഡ് വരത്തുള്ളൂ. ഇറക്ഷൻ വരുമ്പോഴുള്ള ബെൻഡാണ് അവർക്ക് ഈ ആശങ്ക ഉണ്ടാക്കുന്നത്. അതായത് ഇതുകൊണ്ട് എന്തെങ്കിലും അവരുടെ സെക്ഷൽ ഫങ്ഷനെ ബാധിക്കുമോ അല്ലെങ്കിൽ വേറെ യൂറിൻ സംബന്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നറിയാനുള്ളതാണ്. പക്ഷേ ഈ ബെൻഡിനെ കുറിച്ച് പറഞ്ഞാൽ പല ആൾക്കാരും ഈ ചെറുപ്പത്തിൽ തൊട്ട് ചിലപ്പോൾ ഈ ഇന്നർ വെയറൊക്കെ ഇടുമ്പോൾ ഒരു വശത്തോട് ഇങ്ങനെ ചരിച്ച് പിടിച്ചിട്ട് ഒക്കെ എങ്ങനെ വെക്കാറുണ്ടായിരിക്കും സ്ഥിരമായിട്ട് ഒരു വശത്തോട്ട്. അങ്ങനെയുള്ളൊരു ബെൻഡിന് കുഴപ്പമുള്ളതല്ല. അതത്ര ഒരു സിഗ്നിഫിക്കൻ്റ് അല്ല. അത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. ചെറിയ ബെൻഡുകളാണ്. എന്നാൽ ചില ബെൻഡുണ്ട്. അതായത് ചില ബെൻഡെന്ന് പറയുന്നത് നമ്മുടെ രീതിയിൽ പറഞ്ഞാൽ ഒരു 30 ഡിഗ്രിയിൽ കൂടുതലുള്ള ബെൻഡ്. അതായത് ഇറക്ഷൻ വരുമ്പോൾ 30 ഡിഗ്രിയിൽ കൂടുതലുള്ള ബെൻഡാണെങ്കിൽ അതിന് കൂടുതൽ ടെസ്റ്റുകളോ അല്ലെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റോ വേണം. 30 ഡിഗ്രി വരെ വലിയ പ്രോബ്ലം ഇല്ല. നോർമൽ സെക്ഷൽ ഫങ്ഷൻ, നോർമൽ ലൈഫ്, മാരീഡ് ലൈഫ് എല്ലാം നടക്കും. അതിൽ കൂടുതലാണെങ്കിൽ മാത്രം, കൂടുതലുണ്ടാകാനുള്ള പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇങ്ങനെ ചെറിയ സ്കാറിങ് ഒക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ ഈ പൈറോണീസ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞിട്ടേ ഒരു സ്ഥലത്തൊരു ചെറിയ സ്കാർ വന്നു കഴിഞ്ഞാൽ ആ വശത്തോട്ട് ബെൻഡ് ചെയ്യും. അതിൻ്റെ ചിലപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ചെറിയ ബെൻഡായിരിക്കും, അല്ലെങ്കിൽ തീരെ അങ്ങോട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ സ്കാർ കൂടുന്നതനുസരിച്ച് ബെൻഡ് കൂടും. ബെൻഡ് കൂടുന്നതിന് ഒരു കാരണം ഇതവിടെ പിടുത്തം വരുന്നുണ്ട്, സ്കാറിങ് വരുന്നുണ്ട്. 2, ആ വശത്തോടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയും. അപ്പോൾ ആ വശത്തോട്ടുള്ള സ്ഥലത്തെ സർക്കുലേഷൻ കുറയുമ്പോൾ അവിടെ ഇച്ചിരി ലെങ്ത് കുറഞ്ഞ് മറ്റേ സൈഡ് അത് കൂടുതലായിട്ട് വരുമ്പോഴത്തേക്ക് ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് ആ ബെൻഡ് വരും. ഇതാണ് സാധാരണ കാണുന്ന. ഒന്നില്ല ഈ പറഞ്ഞ പോലുള്ള പൈറോണീസ് ഡിസീസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഓപ്പറേഷൻസ് വല്ലതും പെനീസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, സർക്കംസിഷൻ എല്ലാം ഉദ്ദേശിക്കുന്ന പെനീസിൻ്റെ ഷാഫ്റ്റിലൊക്കെ എന്തെങ്കിലും ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയ ബെൻഡ് വരാം. അല്ലെങ്കിൽ ചെറിയ ഇഞ്ചുറീസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ 2 വീലറൊക്കെ ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പെനീസിൽ എവിടെയെങ്കിലും വന്നൊരു തട്ടുക വല്ലതും ചെയ്തിട്ട് ചെറിയ ബ്ലീഡിങ്, അതിനകത്ത് ഫ്രാക്ചർ പോലെ വരും. ചിലപ്പം ഫ്രാക്ചർ പോലെ വരും. ചിലപ്പോൾ അല്ലെങ്കിൽ കോഴ്സ് സമയത്തൊക്കെ ഇങ്ങനെ ഒരു ബെൻഡ് പോലെ വന്നു കഴിഞ്ഞാൽ അവിടെയും ഫ്രാക്ചർ വരാം. ഇതൊക്കെ ഹീൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു സ്കാർ വരും. ആ സ്കാറ് പിന്നെ ബെൻഡായിട്ട് തന്നെ നമ്മൾ കാണും. അതുകൊണ്ട് ഈ ബെൻഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഈ ബെൻഡ് ആകെ ഈ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു ഡോപ്ലർ സ്കാൻ ചെയ്തെങ്കിലേ കണ്ടുപിടിക്കേണ്ട. ഒരു ആർട്ടിഫിഷ്യൽ ഇറക്ഷൻ ഉണ്ടാക്കിയിട്ട് ഈ ബെൻഡ് എത്ര ഡിഗ്രി എന്ന് നമ്മൾ നോക്കും. ഒരു കണക്കിൽ കൂടുതലാണെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്യും. ചില ബെൻഡുകളൊക്കെ ഈ പറഞ്ഞ പോലെ പൈറോണീസ് ഡിസീസൊക്കെ ആണെങ്കിൽ ആ സ്കാറിനകത്തോട്ടൊരു ഇഞ്ചക്ഷൻ എടുക്കുകയോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ചെറിയ ടാബ്ലറ്റ് കഴിക്കുക എന്നെങ്കിൽ അതങ്ങ് ആ സ്കാർ കുറയുമ്പോഴത്തേക്ക് ഈ ബെൻഡ് കുറേ ടു സം എക്സ്റ്റെൻറ്റ് അത് കറക്റ്റ് ചെയ്യും. അതിൽ കൂടുതൽ ബെൻഡാണെങ്കിൽ ചിലപ്പോൾ ആ സ്കാർ നമ്മൾ എടുത്ത് കളയേണ്ടി വരും, എക്സസൈസ് ചെയ്ത് കളയേണ്ടി വരും. ഈ സ്കാറൊന്നും ഇല്ലാതുള്ള ഒരു ബെൻഡ് പോലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് നമുക്ക് പ്ലൈക്കേറ്റ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആക്കാം. മറ്റേ സൈഡിൽ ചെറിയ ലെങ്ത് കുറയുമ്പം ഇത് സ്ട്രെയിറ്റ് ആക്കാം. ഇതെല്ലാം ഇതിൻ്റെ വിവിധമായിട്ടുള്ള രീതിയിലുള്ള ചികിത്സാ രീതികളാണ്. ഏത് ചെയ്യണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏത് രീതിയിലുള്ള അസുഖമാണ്, അതിൻ്റെ എത്രയും അതിൻ്റെ സിവിയറിറ്റി ഉണ്ട് എന്നറിഞ്ഞിട്ടാണ്. ഒരു 30 ഡിഗ്രി വരെയുള്ളതാണെങ്കിൽ നമ്മൾ സാധാരണ രീതിയിലൊന്നും ചെയ്യേണ്ട. മെഡിസിനോ വല്ലതും മാത്രം ഈ സ്കാറിങ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മരുന്നുകൾ കഴിക്കാൻ പറ്റും. അത് കഴിച്ചോ അല്ലെങ്കിൽ ഇഞ്ചക്ഷനോ കൊണ്ട് മാനേജ് ചെയ്യാം. വലിയ ബെൻഡാണെങ്കിൽ തീർച്ചയായിട്ടും അതെന്താണെന്നുള്ളത് നോക്കി അത് കണ്ടുപിടിച്ചിട്ട് അത് കറക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് മാരേജൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ സെക്ഷൽ ഫങ്ഷനെയൊക്കെ ചിലപ്പോൾ അത് ബാധിച്ചെന്ന് വരാം. അപ്പോൾ ഈ ഒരു പേഷ്യൻറ്റിന് അത് സ്വയം ഇവാലുവേറ്റ് ചെയ്യാൻ ഉള്ള സാധ്യതകൾ കുറവാണ്. സ്വയം ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അവർ ശ്രദ്ധിക്കുന്നത് എപ്പോഴും ഇത് ഇറക്ഷൻ വരുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഏതെങ്കിലും കാര്യത്തിൽ ഒരു ഇറക്ഷൻ വരുമ്പോഴോ അല്ല രാവിലെയൊക്കെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു ഇറക്ഷൻ പോലെ കാണുമ്പോൾ അവർ ഈ ബെൻഡ് ശ്രദ്ധിക്കും. നോർമൽ സ്റ്റേജിൽ ഈ ബെൻഡ് മനസ്സിലാകത്തില്ല. ഏതെങ്കിലും ഒരു രീതിയിലൊരു ഇറക്ഷൻ വരുമ്പോഴാണ് ഇതുവർ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ്
ഈ ആശങ്കയും അപ്പോൾ ഉടനെ ഡോക്ടറെ കാണാനും വരുന്നത്. ഈ ഒരു പൂർണ്ണമായിട്ടും ഇതൊരു അസുഖമാണോ ഇല്ലയോ എന്ന് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്കാനിങ് അത്യാവശ്യം. ഒരു ഡോക്ടറെ കണ്ടിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ബെൻഡ് എത്രയുണ്ടെന്ന് മെഷർ ചെയ്യണം, അളവ് ചെയ്യണമെങ്കിൽ ഈ ഡോപ്ലർ സ്കാൻ പോലുള്ള ചെയ്യണം. ഓക്കെ, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ യുവാവിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ബെൻഡുണ്ട് എന്നുള്ളത് ഒരു സംശയം, ചിലപ്പോൾ അത് കറക്റ്റ് ആയിരിക്കാം, അത് ചിലപ്പോൾ വലിയ പ്രശ്നമല്ലാത്ത ഒരു ബെൻഡും ആയിരിക്കാം, അല്ലേ ഡോക്ടർ? അതെ. അപ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഡോക്ടറെ കാണണം, അതൊരു യൂറോളജിസ്റ്റിനെയോ ഒരു ആൻഡ്രോളജിസ്റ്റിനെയോ കാണണം. ആ ഒരു ബെൻഡ് എന്തെങ്കിലും പ്രശ്നമുള്ളതാണോ എന്നറിയണമെങ്കിൽ അത് ഒരു പ്രൈമറി ഇവാലുവേഷന് ശേഷം അതൊരു സ്കാനിങ് പോലുള്ള പ്രോസസ്സിലേക്ക് എന്തായാലും പോകേണ്ടി വരും. അപ്പോൾ അത്തരം നടപടികളിലേക്ക് എത്രയും വേഗം പോകുന്നതായിരിക്കും ഉത്തമം. മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം. നമസ്കാരം.